അങ്ങനെ നമ്മുടെ വൈജ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ്. ഇറങ്ങിപ്പോന്നിട്ട് നേരെ ചെല്ലണത് നമ്മുടെ റൂമിലേക്കാണ്. എന്നിട്ട് അമ്മോട് പറയുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു അമ്മേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ അവിടെ നിൽക്കേണ്ട ആവശ്യം, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, നീ ചെയ്തത് മുഴുവനെ തെറ്റാണ്, നീ എന്താ ശരി ചെയ്തിരുന്നത്, നീ ചെയ്യണ ഏറ്റവും വലിയ തെറ്റാണ്, ആര് പറഞ്ഞാലും നീ കേൾക്കില്ല, അതാണ് നിൻ്റെ ഏറ്റവും വലിയ തെറ്റെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് വൈജ പറയുന്നുണ്ട്, അമ്മ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എന്നെ വേണ്ടാത്ത വീട്ടിലേക്ക് ഞാനും പോണില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കണത് നമ്മുടെ അലീനയും രോഹിതും കൂടി വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ ബബിത പറയുന്നുണ്ട്, അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയി, പെട്ടിയും പ്രമാണമൊക്കെ എടുത്തിട്ട് ഒരു ടാക്സി വിളിച്ചിട്ട് പോയി, ഇനി ഇങ്ങോട്ട് ഇല്ലയെന്ന് പറഞ്ഞിട്ടാണ് പോയതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട് ബബിതയോട്, എന്തായാലും നമ്മൾ കൊള്ളപ്പള്ളിയിൽ പോയിട്ട് അമ്മേനെ നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ട് മാഡത്തിനെ അങ്ങോട്ട് കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടിയിട്ട് നേരെ പോകുന്നത് കൊള്ളപ്പള്ളിയിലേക്കാണ്. കൊള്ളപ്പള്ളിയിൽ പോയിട്ട് നമ്മുടെ രോഹിത് പറയുന്നുണ്ട് അമ്മോട് തിരിച്ച് വരാൻ പറയുന്നുണ്ട് വൈജയോട്. ആ സമയത്ത് വൈജ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ടല്ല വന്നത്, ഞാൻ അങ്ങോട്ട് തിരിച്ച് വരണമെങ്കിൽ എന്നെ ബാലചന്ദ്രൻ വന്ന് വിളിക്കണം, അതും വെറുതെ വന്ന് വിളിച്ചാൽ പോരാ, ആ അലീന പറഞ്ഞ മാനം കെട്ടവൾ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് വേണം എന്നെ വന്ന് വിളിക്കാം, അല്ലാതെ ഞാൻ ഒരിക്കലും ആ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞയക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.